10. 1, 2. യേശുവിന്റെ നാമം പെട്ടെന്ന്. യേശുവിന്റെ നാമം. ആമേൻ. ഹല്ലേലൂയ. പാർസി രാജാവായ കോരസിന്റെ 3-ാം ആണ്ടിൽ ബെൽഷസ്സർ എന്ന പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും മീനും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിന്ദേക്കൽ എന്ന മഹാനദീ തീരത്തിരിക്കുകയും തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഹാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന ഈ മഹാദർശനം കണ്ടു. എന്നിലൊട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്കൊട്ടും ബലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളങ്കയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട് ഏറ്റവും പ്രിയപുരുഷനായ വാക്കുകൊണ്ടുവരാനാണ് ഞാൻ ഇത്ര വായിച്ചത്. അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ഏറ്റവും പ്രിയപുത്രനായ അല്ലെങ്കിൽ പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ ചോദിക്കട്ടെ, പ്രിയ പുരുഷനായി ദൈവസന്നിധി നിൽക്കുന്ന ഭക്തൻ ഏതൊക്കെ കടമ കടന്നേച്ചോ അവിടം വരെ വന്നത്? വിശുദ്ധി തെളിയിക്കാൻ ശാഖഭോജനം ഇല്ലേ? സ്തോത്രം. മറ്റുള്ളവർ കഴിക്കുന്ന ലൗകിക വിഷയങ്ങളിലൊന്നും പുള്ളി ഇടപെട്ടില്ല. ചെറുപ്പം മുതലേ ശുദ്ധീകരിക്കപ്പെട്ടു. എന്നാൽ തനിക്ക് വെളിപ്പെട്ട ദർശനം മഹാകഷ്ടമുള്ളതാണ്. കഷ്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആർക്കും വിശ്വാസിക്ക് ഇഷ്ടമില്ല. എന്നാൽ ദാനിയേലേ, നിനക്കെന്താ കാര്യം? ദാനിയേലിന് വരുന്ന ശോഭകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മുമ്പേ വായിച്ചത്. 1 മുതലുള്ള ചില കാര്യം. കോരശിന്റെ സമയത്താണ് ദാനിയേലിന് ദർശനം വിളിക്കുന്നത്, അല്ലേ? ഇപ്പൊ കോരശ് എന്ന് പറയുന്ന വ്യക്തി ആരാ? കോരശ് ആരാ? എന്റെ ഇടയനെന്നാ ദൈവം പറഞ്ഞത്. അവൻ എന്റെ ഹിതം നിവർത്തിക്കുന്നവനെന്നാ. അവൻ എന്റെ ആലയത്തിന് അടിസ്ഥാനം ഇടുമെന്ന. അവൻ അത് പണിയപ്പെടുമെന്ന. സ്തോത്രം. അവൻ അതിനെ മഹത്വപൂർണമാക്കുന്ന ഒരു ഭക്തനാണ് കോരശ്. അപ്പൊ കണ്ടനുമാനം ഇരുന്ന് വരിക്കുന്നിടത്ത് നല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതെന്ന്. അവൻ അന്നേ കാലത്ത് ദാനിയേലിന് ബെൽഷസ്സർ എന്ന് പേരുണ്ട്. രാജാവിന്റെ പേരാ, ഇല്ലേ? ആമേൻ. രാജാവിട്ട് കൊടുത്ത പേരാ ബെൽഷസ്സർ, ഇല്ലേ? പക്ഷേ ഇവന് വെളിപ്പെട്ടത് മഹാകഷ്ടമുള്ള വിഷയം. അതങ്ങനെ കഷ്ടമുള്ളതായതുകൊണ്ട് ആ കഷ്ടത്തിൽ എനിക്ക് കിടക്കാൻ കഴിയലെന്ന് പറഞ്ഞ് ദാനിയേൽ കയ്യും കെട്ടിയൊന്നും ഇരുന്നില്ല. സ്തോത്രം. ആമേൻ. എന്നെ കാണിച്ച ദർശനത്തിന്റെ മുമ്പിൽ ഞാൻ ശ്രദ്ധ വയ്ക്കുമെന്നുള്ള ആവലാതിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആമേൻ ആമേൻ ആലോചനയ്ക്കായി കാത്തിരുന്ന് ദർശനത്തിന്റെ വ്യക്തത വെളിപ്പെട്ട ദൈവപുരുഷൻ നിലത്ത് വീണ് കിടക്കുകയാ. അന്നേരം ആ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടത് ഏറ്റവും പ്രിയ പുരുഷ ദാനിയേലേ. ബാല്യം മുതൽ ആമേൻ ദൈവഹിതം ചെയ്ത് വിശുദ്ധി പാലിച്ച് വേർപാടനുഷ്ഠിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയുടെ മേലാണ് ദർശനം. അറിയായ്മയുടെ കാലത്ത് ജീവിതത്തെ ക്ലേശകരമായ നോട്ടത്തിലേക്ക്, വാക്കിലേക്ക്, ചിന്തയിലേക്ക്, രഹസ്യ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ട്. പിശാച് പുറകെ നിൽക്കും. യവനക്കാരന്റെ മദ്യത്തിലേക്ക് അടിമയാകുന്ന എന്താ? ഈ മീഡിയയിൽ കൂടെ കാണുന്ന അശുദ്ധികളാണ്. രാവിലെ യാമങ്ങളിൽ പോയിരുന്ന ആരും അറിയാതെ രഹസ്യത്തില് ഉറക്കമില്ലാതെ പിശാച് ഇത് കാണിച്ചുകൊണ്ടിരിക്കും. അവസാനം പിശാചിന്റെ ആധിപത്യം ആ വ്യക്തിയെ വിഴുന്നുക.
യേശുവേ. അല്ലേ? നിങ്ങൾ എത്ര എണ്ണ ആത്മഹത്യ ചെയ്തു പോകുന്നു? കാരണം എന്താ? ഈ മൊബൈലുകളിൽ. സ്തോത്രം. രഹസ്യ ജീവിതത്തില് 10, 15, 12, 14, 18 ഒക്കെ വയസ്സാകുമ്പോ ഈ കുഞ്ഞുങ്ങള് രഹസ്യ അറകളിൽ കയറി ഇന്ന് കഥവ് അടച്ചിട്ട് അശുദ്ധിയുടെ വ്യാപാരത്തിൽ അവരങ്ങ് അമർന്നു പോകുക. അശുദ്ധി വലിയ സാധാന്യ ശക്തിയായ അവരുടെ ജീവിതത്തെ അവരുടെ തലമണ്ടയെ കയറി ഭരിച്ചിട്ട് സ്വസ്ഥതയില്ലാത്ത അനുഭവത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ അധപ്പതിപ്പിച്ച് ആത്മഹത്യയിൽ പോയി ചാടുമ്പോ എത്ര യൗവനക്കാരുണ്ട്. യേശുവേ സ്തോത്രം. സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ ആമേ രഹസ്യമായ ജീവിതത്തിൽ നമ്മിൽ വന്ന അശുദ്ധിയെ ദൈവത്തോട് രഹസ്യ ഭാവത്തിൽ ഏറ്റുപറയണം. എന്ത്? കർത്താവേ, തെറ്റിപ്പോയി. നിന്നെ അറിയായ്മയുടെ സമയത്ത്, ജ്ഞാനമില്ലാതിരുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ കയറിക്കൂടിയ ശക്തിയായിരുന്നു എന്നെ ലംഘനം കാണിപ്പിച്ചത്. എന്റെ ജീവിതത്തെ ശത്രുവിന് അടിമപ്പെടുത്തിയത്. മുഴു ശക്തിയോടെ അവൻ ശക്തിയോടെ എന്നിലേക്ക് കയറിയത്. സ്തോത്രം, സ്തോത്രം. ചിലര് ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്തിട്ടും ജോലി കിട്ടുന്നില്ല. കാര്യം എന്നാ? അവന്റെ ജീവിതത്തെ അധമ പാതാളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുക. ബാല്യം മുതൽ അവൻ ലംഘനത്തിൽ അടിമപ്പെട്ടു പോയത് കൊണ്ട് ശത്രു അവന്റെ മേൽ തല ഉയർത്തി വണം ഉയർത്തി നിൽക്കുക. നീ ഒന്ന് പോയി രക്ഷപ്പെട്ടേടാ, എന്റെ പിടിയിലാടാ. അവേ, ഇങ്ങനെയുള്ള ചില മക്കളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയില്ല. കാരണം എന്താ? അനുസരണക്കേടിന്റെ ആത്മാവിൽ ദൈവഭയമില്ലാതെ കാട്ടിക്കൂട്ടിയ അവേ ദൃഷ്ടി ശത്രുവിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തെ കുടിയിരുത്തേണ്ട ഹൃദയത്തില്, അവൻ സത്യം കുടിയിരിക്കേണ്ട സ്ഥാനത്ത് മാതാപിതാക്കളെ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അനുസരണക്കേടിന്റെ ആത്മാവിൽ ഹൃദയംഗമായി ശത്രുവിനെ സ്വീകരിച്ച് അവന്റെ ഇഷ്ടം സാധിച്ച് ചിന്താമണ്ഡലം അവന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് പലരും ഭ്രാന്തന്മാരായി പോവുക. സ്തോത്രം. എന്നാൽ ദാനിയേലോ അവേ ബാല്യം മുതൽ ദൈവസേവയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ. അവേ പ്രിയ പുരുഷ എന്ന് ചോദിക്കുമ്പോ ഈ പ്രിയ പുരുഷനെ എന്തിനു തീയിലിട്ടു? അവേ എന്തിനു സിംഹക്കുഴിയിൽ ഇവനെ ഇട്ടു? ദൈവം അറിയാതെയാണോ സിംഹക്കുഴിയിലും തീയിലും വീണത്? എത്ര പ്രാവശ്യം ഇവൻ സേവിക്കുന്ന ദൈവത്തിന് വിരുദ്ധമായി രേഖയുണ്ടാക്കി, വിരോധ കൽപ്പന ഉണ്ടാക്കി. എത്ര പ്രാവശ്യം ആമേൻ ഹല്ലേലൂയ ആധിപതികൾ ഇവനെതിരെ ഗൂഢമായി പതിയിരുന്ന് ഇവന്റെ നീക്കങ്ങളെ സൂക്ഷിച്ചു. എന്നാൽ അവിടെ ഒന്നും ഇവൻ ദൈവത്തെ തള്ളി പറഞ്ഞോ? സ്തോത്രം. പകലിൽ ഒരു മടങ്ങി വരവിന് ദൈവം ആഗ്രഹിക്കുക. നാം രഹസ്യത്തിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുറയുടെ മേൽ അത് ബാധിച്ചു നിൽക്കും. രഹസ്യത്തിൽ ദൈവത്തെ ആമേൻ പുറം ലോകത്തിന്റെ മുമ്പിൽ ദൈവമുണ്ട്. എന്നാൽ നിന്റെ അകത്തെ മനുഷ്യൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവനല്ല എങ്കിൽ ഹല്ലേലൂയ നിന്റെ ജീവിതം ശത്രുവിന്റെ പിടിയിൽ നിൽക്കുക. സ്തോത്രം. ആമേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആമേ ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ദൈവത്തെ മറക്കുന്നവരെ ഇത് നിന്റെ കണ്ണിന്റെ മുൻപിൽ ഞാൻ നിരത്തി വയ്ക്കും. എന്താ നിരത്തുന്നത്? നീ ചെയ്ത പാപം നിന്റെ തലമുറയിൽ ശോധന വരുത്തുമെന്ന്. പിതാക്കന്മാർ അകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുറ എന്താ ദൈവത്തിന് വിളിച്ചെടുക്കാൻ പറ്റത്തില്ലേ? നമ്മൾ കിടന്ന് അയ്യം വിളിക്കുക. ജനം കിടന്ന് ഓരോ വിഷയങ്ങൾ വിളിക്കുമ്പോ ഓരോരുത്തർ പറയാറുണ്ടോ തലമുറ പ്രതിപാദനം തുടങ്ങി, തലമുറ തൊഴിലില്ലാതെ അലയുന്നു.
വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല, പരീക്ഷയിൽ വിജയിക്കുന്നില്ല, ഒന്നിനും ഒരു പൂർണ്ണത കിട്ടുന്നില്ല. മകന് വേണ്ടി ഒത്തിരി പൈസ മുടക്കി, എല്ലാം വെള്ളത്തിലായി, കടം കയറി. പ്രാർത്ഥിക്കേ, എവിടെ കേൾക്കാനാ പ്രാർത്ഥന? കേൾക്കത്തില്ല. നീ എവിടെ വീണിരിക്കുന്നു എന്ന് നീ ഒന്ന് നോക്ക്, അപ്പോഴാ മറുപടി. ആമേൻ. സ്തോത്രം. എരിഹോയിൽ പോയി ശിക്ഷകനെല്ലാം കൂടെ പോയി മരം മുറിച്ചു. പക്ഷേ വായ്പ വാങ്ങിയ ഓടാലിയായിരുന്നു. എത്തിയപ്പോഴേ താഴെ പോകും. പക്ഷെ പ്രവാചകൻ അറിയാം എവിടെ വീണം, ഇല്ലേ? അറിയാം. പക്ഷേ പ്രവാചകൻ ചോദിച്ച ചോദ്യം, എവിടെയാ നിന്റെ കോടാലി വീണത് എന്ന് പറഞ്ഞാൽ, ആമേൻ, നീ വെട്ടുകാരനാ ശരി, നീ വിശ്വാസിയാ ശരി, ആമേൻ, നീ സത്യവിശ്വാസി തന്നെയാ ശരി, പക്ഷേ നിനക്കൊരു വീഴ്ചയുണ്ട്, നിന്റെ കയ്യിലിരുന്ന് താഴെ പോയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നീ തന്നെ ഒന്ന് കണ്ടുപിടിക്കണം. ഒരു മറുപടി നിന്റെ ജീവിതത്തിൽ കിട്ടണമോ? നീ രഹസ്യ ജീവിതത്തിൽ കരയണം. കർത്താവേ, നിന്നെ വിളിക്കേണ്ട, നിന്നോട് അടുക്കേണ്ട, നിന്നെ വിശ്വസിക്കേണ്ട, നിന്നെ അന്വേഷിക്കേണ്ട, നിന്നിൽ ആശ്രയിക്കേണ്ട സമയത്ത് രഹസ്യ പാപത്തിന് ഞാൻ ഉടമയായി തീർന്നു. ഒരു മടങ്ങി വരവിന് ദൈവമേ നീ എന്നെ മടക്കി വരുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ ഓർത്ത് കരയുക. സ്തോത്രം. കുഴപ്പമില്ല, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും. അല്ലെന്ന്, അവരങ്ങനെയൊന്നും ജീവിക്കത്തില്ലെന്ന്. നീ ചെയ്ത, നിന്റെ കുടുംബം ചെയ്ത, നിന്റെ പിതാക്കന്മാർ ചെയ്ത പാപം, ആമേൻ, 4ാം തലമുറ വരെ ദൈവം നിന്റെ കണ്ണിന്റെ മുമ്പിൽ, ആമേൻ, വെളിപ്പെടുത്തി കാണിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വസ്ഥത തരത്തില്ലെന്ന്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ നിനക്ക് പല പ്രകടനങ്ങൾ കാണിക്കാം, എന്നാൽ ദൈവം നിന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ബലപ്പെട്ടിരിക്കെ എന്ന് പറയുമ്പോ, ആമേൻ, ദൈവീക ദർശനത്തിന്റെ മുമ്പിൽ തേജസ്സുള്ള ഒരു പുരുഷൻ ഇവിടെ വെളിപ്പെടുമ്പോൾ താൻ നിലത്ത് വീണെന്ന അതിന്റെ 12ാം വാക്യം. യേശുവിന്റെ നാമം. ആമേൻ. 10:12. ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ആമേൻ. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുക. പക്ഷേ നിന്റെ കയ്യിൽ മറുപടി വന്നിട്ടില്ല. നീ എപ്പോൾ പ്രാർത്ഥന ആരംഭിച്ചോ ആ പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിന്റെ മുമ്പിൽ ഉണ്ടെന്ന്. ദാനിയേലേ, നീ തിരിച്ചറിയേണ്ടതിന് വായിച്ചാൽ ദാനിയേലേ, ഭയപ്പെടേണ്ട, തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. കണ്ടോ, 3 ആഴ്ച കൊണ്ട് ഉപവസിക്കുന്ന ഭക്തനോട് പറയുക, ആദ്യ ദിവസം നീ കഴിച്ച പ്രാർത്ഥന, അല്ലെങ്കിൽ നാം വിശ്വാസികളായ നാം കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുമ്പോൾ ആരംഭിച്ച പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുക. എന്നാൽ നീ ആഗ്രഹിക്കുന്ന മറുപടി നിന്റെ മടിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ ചില തിരിച്ചറിവുകൾ നേരിടേണ്ടതുണ്ട്. നീ എന്താണെന്നൊന്ന് മനസ്സിലാകേണ്ടതുണ്ട്. നീ ആരാണെന്ന് നിന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതുണ്ട്. നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നീ ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, തിരിച്ചറിവ് മാത്രം പോരാ, നിന്റെ ഗർഭിഷ്ഠമായ ഭാവം ഒന്ന് താഴേണ്ടതുണ്ട്. പ്രവചനം 13 ഹല്ലേലൂയ. ചില വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നു 13 ഇരുട്ടാകുന്നതിനും
13-ന്റെ രണ്ടാമത്തെ ഖണ്ഡിക. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാലം